ഉൽപ്പത്തിയുടെ കഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്നാൽ അധികമാരും കേട്ടിട്ടില്ലാത്ത ഇതിന് സമാന്തരമായ മറ്റൊരു കഥയുണ്ട്. നിധികളുടെ ഗുഹ എന്നൊരു പഴയ പുസ്തകത്തിൽ പറയുന്ന കഥ. മനുഷ്യന്റെ ആദ്യത്തെ 1000 വർഷങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഈ പുസ്തകം തരുന്നത്. നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കിയാലോ? അപ്പോ ഈ മനുഷ്യരാശിയുടെ ആദ്യത്തെ 1000 വർഷങ്ങളിൽ ശരിക്കും എന്താ സംഭവിച്ചത്? നമ്മൾ കേട്ട കഥയേക്കാൾ കൂടുതൽ നാടകീയമായ ഒരുപാട് സംഭവങ്ങളൊക്കെയുള്ളൊരു വേഷനുണ്ടെന്ന് പറഞ്ഞാലോ? അതെ, നിധികളുടെ ഗുഹ എന്ന പുരാതന ഗ്രന്ഥം പറയുന്നത് മനുഷ്യരാശിയുടെ തുടക്കം നമ്മൾ വിചാരിക്കുന്ന പോലെയേ ആയിരുന്നില്ലെന്നാണ്. എന്താണ് ആ കഥ? നമുക്ക് നോക്കാം. ശരി, അപ്പം നമുക്ക് കഥയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ, അതായത് സൃഷ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ബൈബിളിലെ വിവരണങ്ങളുമായി നല്ല സാമ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പുരാതന ഗ്രന്ഥം തരുന്ന ചില ഡീറ്റെയിൽസ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഈ 6 ദിവസത്തെ സൃഷ്ടി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ പുസ്തകം ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നുണ്ട്. അത് വളരെ രസകരമാണ്. പരിശുദ്ധാത്മാവ് ജലത്തെ അനുഗ്രഹിച്ചതിനെക്കുറിച്ചാണത്. ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകുകൾ കൊണ്ട് പൊതിയുന്നതുപോലെ പരിശുദ്ധാത്മാവ് ജലത്തിനു മുകളിലൂടെ പറന്ന് അതിന് ജീവൻ കൊടുത്തു, ഫലഭൂയിഷ്ടമാക്കി എന്നാണ് ഇതിൽ പറയുന്നത്. കേൾക്കാൻ നല്ല രസമില്ലേ? ഇനി നമുക്ക് മനുഷ്യന്റെ സൃഷ്ടിയിലേക്ക് വരാം. ആദാമിനെ ഉണ്ടാക്കിയത് വെറും മണ്ണിൽ നിന്നായിരുന്നില്ല. ഈ ഗ്രന്ഥമനുസരിച്ച് അത് 4 പ്രപഞ്ചത്തിലെ ഘടകങ്ങൾ ചേർത്തൊരു പ്രതീകാത്മകമായ നിർമ്മിതിയായിരുന്നു. ഈ 4 ഘടകങ്ങൾക്കും ഒരു പ്രത്യേക അർത്ഥമുണ്ടായിരുന്നു. അതായത് ഭൂമി, ജലം, വായു, അഗ്നി. ഈ 4 ദുർബലമായ വസ്തുക്കളിൽ നിന്ന് ആദാമിനെ ഉണ്ടാക്കിയതിലൂടെ ദൈവം ഒരു കാര്യം വ്യക്തമാക്കുകയായിരുന്നു: ഈ ലോകത്തിലെ സകലതും നിനക്ക്, അതായത് ആദാമിന് വിധേയമായിരിക്കുമെന്ന്. ആദാമിന്റെ രൂപം നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും ഗംഭീരമായിരുന്നു എന്നാണ് പറയുന്നത്. സൂര്യനെപ്പോലെ തിളങ്ങുന്ന ഒരു മുഖം, സൂര്യരശ്മി പോലെ പ്രകാശിക്കുന്ന കണ്ണുകൾ. അവനെ ഭൂമിയുടെ രാജാവും പുരോഹിതനും പ്രവാചകനുമായിട്ടാണ് നിയമിച്ചത്. ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മാലാഖമാർ പോലും അവനെ ആരാധിച്ചിരുന്നു. ഇവിടെയാണ് കഥയിലെ പ്രധാന ട്വിസ്റ്റ് വരുന്നത്. ആദാമിന് ഇത്രയും വലിയൊരു സ്ഥാനം കൊടുത്തത് കണ്ടപ്പോൾ മാലാഖമാരുടെ തലവനായിരുന്ന സാത്താനെ ശരിക്കും പറഞ്ഞാൽ അസൂയ തോന്നി. വെറും പൊടിയിൽ നിന്നുണ്ടാക്കിയ ഇവനെ ഞാൻ ആരാധിക്കില്ല എന്നവൻ പറഞ്ഞു. ഈയൊരു ധിക്കാരമാണ് അവന്റെ മത്സരത്തിനും ഒടുവിൽ സ്വർഗത്തുനിന്നുള്ള അവന്റെ വീഴ്ചയ്ക്കും കാരണമായത്. പക്ഷേ ആദാമിന്റെ ആ മഹത്വമൊന്നും അധികനാൾ നീണ്ടുനിന്നില്ല. പറുദീസയിലെ ആ ജീവിതത്തിലേക്കും പിന്നെ എല്ലാം മാറ്റിമറിച്ച ആ വലിയ പ്രലോഭനത്തിലേക്കും നമുക്ക് പോകാം. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷേ ഇതെല്ലാം സംഭവിച്ചത് ഒരൊറ്റ ദിവസം കൊണ്ടാണെന്നാണ് പറയുന്നത്. സർപ്പം ഹവ്വയെ പറ്റിച്ചു. അവർ ആ വിലക്കപ്പെട്ട കനി കഴിച്ചു. അപ്പോൾ തന്നെ അവർക്ക് നഗ്നതയെക്കുറിച്ച് ബോധം വന്നു. അതേ ദിവസം തന്നെ അവരെ പറുദീസയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പുറത്താക്കപ്പെട്ടെങ്കിലും ദൈവം ആദാമിന് ഒരു വാഗ്ദാനം കൊടുത്തു. ഭാവിയിൽ ഒരു രക്ഷകൻ വരുമെന്നും ആദാമിന്റെ ശരീരം മരണശേഷം നിധികളുടെ ഗുഹ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് അടക്കം ചെയ്യണമെന്നും നിർദ്ദേശം നൽകി. ഇനി നമുക്ക് അവരുടെ മക്കളായ കയീന്റെയും ആബേലിന്റെയും കഥയിലേക്ക് വരാം. ഈ വിവരണമനുസരിച്ച് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഓരോരുത്തരും ഓരോ ഇരട്ട സഹോദരിമാരുമായിട്ടാണ് ജനിച്ചത്. ഇത് പിന്നീട് സഹോദരങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രശ്നത്തിന് കാരണമായി. അപ്പോൾ എന്തായിരുന്നു ഈ വഴക്കിന്റെ കാരണം എന്നല്ലേ? സംഗതി ഇതാണ്. കയീൻ സ്വന്തം ഇരട്ട സഹോദരിയായ ലെബൂദയെ തന്നെ കല്യാണം കഴിക്കണമായിരുന്നു. അവൾ അതിസുന്ദരിയായിരുന്നു. പക്ഷേ ആദാമിന്റെ നിർദ്ദേശം അതായിരുന്നില്ല. കയീൻ ആബേലിന്റെ സഹോദരിയെയും ആബേൽ കയീനിന്റെ സഹോദരിയെയും വിവാഹം കഴിക്കണമെന്നായിരുന്നു. ഇതിന്റെ കൂടെ ദൈവം ആബേലിന്റെ വഴിപാട് സ്വീകരിക്കുകയും കയീന്റേത് നിരസിക്കുകയും കൂടി ചെയ്തപ്പോൾ അവന്റെ ഉള്ളിലെ ദേഷ്യവും അസൂയയും ആളിക്കത്തി കാര്യങ്ങൾ കൈവിട്ടുപോകാൻ തുടങ്ങി. ആബേലിനോടുള്ള അസൂയ, പിന്നെ സഹോദരിയോടുള്ള മോഹം, ഇതിന്റെയൊക്കെ ഇടയിൽ സാത്താനും കൂടി പ്രേരിപ്പിച്ചപ്പോൾ കയീൻ ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം നടത്തി. അതിന്റെ ശിക്ഷയായി അവനെ ഒരു അലഞ്ഞു തിരിയുന്നവനായി നാടുകടത്തി. ആബേലിന്റെ മരണത്തിൽ 100 വർഷത്തോളം ദുഃഖിച്ച ശേഷമാണ് ആദാമിനും ഹവ്വയ്ക്കും ഷെയ്ത്ത് എന്നൊരു മകൻ ജനിക്കുന്നത്. ഇതോടെ മനുഷ്യരാശി ശരിക്കും പറഞ്ഞാൽ 2 വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു. ഇത് 2 വ്യത്യസ്ത ലോകങ്ങൾ പോലെയായിരുന്നു. ഷേത്തിന്റെ പിൻഗാമികൾ പർദീസയുടെ അടുത്തുള്ള ഒരു വിശുദ്ധ പർവ്വതത്തിൽ നല്ല സമാധാനത്തോടെ ജീവിച്ചു. അവരെ ദൈവപുത്രന്മാർ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അതേസമയം കയീന്റെ പിൻഗാമികൾ താഴെ സമതലത്തിൽ തിന്മ നിറഞ്ഞൊരു ജീവിതമാണ് നയിച്ചത്. ആദാം തന്റെ മകനായ ഷേത്തിനെ ഒരു പാരമ്പര്യമേൽപ്പിച്ചു. തലമുറകളോളം കൈമാറിപ്പോകേണ്ട ഒരു വിശുദ്ധ പ്രതിജ്ഞയായിരുന്നു അത്. ഇതായിരുന്നു ആ പ്രതിജ്ഞ, ഷേത്തിന്റെ പാരമ്പര്യത്തിന്റെ അടിത്തറ. തങ്ങളുടെ കൊല്ലപ്പെട്ട പൂർവികനായ ആബേലിന്റെ രക്തത്തെ സാക്ഷി നിർത്തി കയീന്റെ പിൻഗാമികളുമായി ഒരിക്കലും ഒരു ബന്ധവും സ്ഥാപിക്കില്ലെന്ന് അവർ സത്യം ചെയ്തു. ഷേത്തിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ഏനോഷും ആ പ്രതിജ്ഞ അതുപോലെ കാത്തു.
അദ്ദേഹം 905 വർഷം ജീവിച്ചു. ആ വിശുദ്ധ പാരമ്പര്യം അടുത്ത തലമുറയ്ക്ക് ഒരു മാറ്റവും കൂടാതെ കൈമാറി. എനോഷിന് ശേഷം വന്ന കൈനാനും അതേ വഴി തന്നെ പിന്തുടർന്നു. 920 വർഷത്തോളം ജീവിച്ച അദ്ദേഹം തന്റെ മക്കൾക്കും ആ വിശുദ്ധ പ്രതിജ്ഞ പകർന്നുകൊടുത്തു. എന്നാൽ നൂറ്റാണ്ടുകളോളം ഇങ്ങനെ അനുസരണയോടെ ജീവിച്ച ശേഷം കഥയിൽ നാടകീയവും നിർണായകവുമായ ഒരു മാറ്റം സംഭവിക്കുകയാണ്. അതെ, തലമുറകളായി കാത്തുസൂക്ഷിച്ച ആ പാരമ്പര്യം ഒടുവിൽ തകർന്നു. ഷേത്തിന്റെ പിൻഗാമികൾ ആ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് താഴെ സമതലത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോ ഈ കഥയുടെ ഒരു വലിയ യുഗം ഇവിടെ അവസാനിക്കുകയാണ്. തകർന്ന ഒരു പ്രതിജ്ഞയുടെയും വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെയും ഒരു സൂചന നൽകിക്കൊണ്ട് ആദ്യത്തെ 1000 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഈയൊരു വിശകലനം നമുക്കൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. ഈ വിശുദ്ധ വംശവും ശപിക്കപ്പെട്ട വംശവും ഒന്നിക്കാൻ തുടങ്ങിയപ്പോൾ ആദാമിന് ദൈവം കൊടുത്ത ആ രക്ഷയുടെ വാഗ്ദാനത്തിന് എന്ത് സംഭവിച്ചിരിക്കും? അതിന്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കും? ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ?